ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിൽ പറയാൻ വന്നത് നമ്മളെ റിസൾട്ടും അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടും ഒക്കെ ഓരോരാളതായി പബ്ലിഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഈ പുതിയ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് നമ്മൾ സൈറ്റിൽ കയറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ഓണിൽ പോയാൽ അതിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും. അതേപോലെയും ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് term ended result, term ends exams, term end result. റിസൾട്ട് ജൂണിന് കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരും. ഇപ്പം നമ്മൾ 2024 എക്സാം എഴുതിയതെങ്കിൽ വർഷം എപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വർഷം എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കണ്ടു, അതാ ഫസ്റ്റത്തെ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അതാ ഫസ്റ്റ് വന്ന സൈറ്റ് ടേം എൻഡ് റിസൾട്ട്, എക്സാം റിസൾട്ട്. നമ്മളിവിടെ എന്താണോ നമ്മളെ എൻറോൾമെൻറ്റ് നമ്പർ അത് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട്, റിസൾട്ട് യെറ്റ് ടു ബി ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് അതിൽ കാണിക്കും. ഇതുപോലെ തന്നെ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അസൈൻമെൻറ്റ് റിസൾട്ട്, ടേം എൻഡ് റിസൾട്ടിൻ്റെ അടുത്ത് അസൈൻമെൻറ്റ് റിസൾട്ട് എന്ന് കൊടുത്താൽ മതിയാവും. അസൈൻമെൻറ്റ് റിസൾട്ട് ജൂൺ 2024 സബ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക്. ഇതുണ്ടോ, ഇത് ഇവിടെ അതേപോലെ നമ്മളത് എന്താണോ അത് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഏതാണോ കോഴ്സ് കൊടുക്കുക, ഏതെങ്കിലും ഒരു കോഴ്സ് കൊടുക്കുക കേട്ടോ. സബ്മിറ്റ് കൊടുക്കുക. സ്റ്റാറ്റസ് നോട്ട് ഫൗണ്ട് അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഞാൻ ഏകദേശം വേറൊരു നമ്പർ നമ്മൾ സുമാറ് ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്പറാണ്, അത് നിലവിലില്ലാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ വരും. ഇല്ലെങ്കിൽ നമുക്ക് ഇഗ്നോ ഗ്രേഡ് കാർഡ് എന്ന് കൊടുക്കാം. ഗ്രേഡ് കാർഡ് ആകുമ്പോൾ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടും നമ്മൾ റിട്ടേൺ എഴുതിയ റിസൾട്ടും നമ്മൾ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ടും കൂടി നമുക്ക് ഇതിൽ വരും. അതിനാണ് നമ്മൾ ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇഗ്നോ ഗ്രേഡ് കാർഡ് 2024. ഇതാണോ ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ്. ഇവിടെ നമ്മൾ ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസിൽ ഏതാണോ കോഴ്സ് അത് കൊടുക്കാം. ഫോർ അതർ പ്രോഗ്രാംസ് ആണെങ്കിൽ അതർ പ്രോഗ്രാംസ് കൊടുക്കുന്ന സമയത്ത് കിട്ടും.